ഞങ്ങൾ ഉത്തർപ്രദേശാണ്. ഞങ്ങളുടെ സീറ്റ് നമ്പർ 64C. ഞങ്ങൾ 65C. എക്സ്ട്രാ പേരെന്താ? പേര് സിജി. 6650 കന്യാകുമാരി സ്റ്റേഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന പരശുറാം സ്റ്റീവിനാണ് വിഷമം. എന്താ അഞ്ജലി ചേച്ചി സ്റ്റീവിന് ബിഗ് ആയിട്ട് കാണാം. എൻ്റെ മോള് കോഴിക്കോട്ടിലെ നാട്ടിൽ വന്ന് തിരിച്ചു പോവുകയാണ്. നിന്റെ കൃപകടാക്ഷവും അനുഗ്രഹവും എല്ലാം എൻ്റെ മോൾക്ക് കൊടുത്ത് പഠിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ട ബുദ്ധിയും ബോധവും കൊടുത്ത് നല്ല മാർക്കോടെ 10ാം ക്ലാസ്സിൽ എൻ്റെ മോളെ ജയിപ്പിച്ച് തരണമേ ഈശോയെ. അസുഖങ്ങളൊന്നും വരാതെ കാത്തുകൊള്ളേണമേ. അങ്ങോട്ടും സന്തോഷിട്ടൊക്കെ പറ. ഞാൻ ഓൾറെഡി എൻ്റെ മോനെയും മോളെയും കാത്തുകൊള്ളേണമേ. എല്ലാപത്തിലും അപകടത്തിലും രോഗത്തിലും നിന്ന് രക്ഷിച്ച് സുരക്ഷിതനായി ജോലി ചെയ്യുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും എപ്പോഴും മക്കൾക്കുണ്ടാകട്ടെ. അസുഖങ്ങളൊന്നും വരാതെ ആരോഗ്യത്തോടെ ഈ മക്കളെ നീ നോക്കിക്കൊള്ളേണമേ. പോകുന്ന വഴിയിലും ഒരു അനർത്ഥവും ഇവർക്ക് സംഭവിക്കരുത്. കാത്തുകൊള്ളേണമേ ഈശോയെ, കാത്തുകൊള്ളേണമേ, കാത്തുകൊള്ളേണമേ. അപ്പോൾ പോവാണ് നീ അടുത്ത വർഷം. ഓക്കെ, നായിക ജോലിക്കായി പോകുന്ന എൻ്റെ മോളെ സുരക്ഷിതയായി അവളുടെ വീട്ടിലെത്തിച്ചേക്കണേ. അസുഖങ്ങളൊന്നും വരുത്താതെ, ആപത്തുകളൊന്നും വരുത്താതെ, രോഗങ്ങളൊന്നും വരുത്താതെ നിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് 3 പേർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ച് നിൻ്റെ പരിപൂർണ സംരക്ഷണം ഇവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പോയിട്ട് വരാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി. മുന്നിലത്തെ വണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യാനല്ലേ അല്ലേ? അതന്നെയാ നമ്മളെ കാണാണ്ടായപ്പോ വെയിറ്റ് ചെയ്ത് തന്നു. അവിടെ വഴിയിൽ യാത്ര പറയാൻ നിന്നില്ലേ. അപ്പൊ ഞങ്ങള് നേരെ ഇനി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ആര് ഫസ്റ്റ് ആവണേ? അപ്പൊ അവര് ഫസ്റ്റ് ആവണെന്നപ്പ അവര് പോട്ടറാ. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റു കൊടുക്കണം. അപ്പഴേ നമ്മൾ ഗുഡാവാ. കേട്ടാ? കൊച്ചിനൊക്കെ മനസ്സിലായി. ഗോസ്ലോ ഇവിടെ എന്റെ പണി. ഇവിടെ പണിയാ. അപ്പൊ അങ്ങനെ നമ്മുടെ പുതുക്കി പണിത നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളിത് എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ പോയിട്ടില്ല. പുതുക്കി പണിയതിനു ശേഷം ചെറുതായിട്ട് പുതുക്കലുണ്ടായപ്പോ നമ്മള് വന്നിട്ടുണ്ട്. ഫുൾ ആയത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറെ നല്ലേലും കയറണ്ട. ചാലക്കുടി റെയിൽവേ यात्रियां प्रत्येक दीजिए गाड़ी नंबर 1 2 3 4 5 വന്ന് സ്ഥാനമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 5 5
കൊട എടുക്കണോ? ചേട്ടാ കൊട എടുത്തോ, കൊട എടുത്തോ. എടുത്തോ, നല്ല വെയിലായിരിക്കും, കൊച്ചിന് വീഴുള്ളൂ. മാറി മാറി മാറി, ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചേട്ടാ, അവിടുത്തെ ആക്കോടെ വെച്ചിരുന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അപ്പം ഞങ്ങളുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. എടി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നോ? അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരു ക്ഷാമവും ഇല്ല. ഇവിടെ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ നിന്നൊരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവര് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി, ഞങ്ങളിത് ഇവിടെ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജലി ഫ്രണ്ടിൽ കൂടെ പോണു. यात्रीगण कृपया ध्यान दें, गाड़ी क्रमांक 1630 तिरुवनंतपुरम सेंट्रल से शुरनूर तक जाने वाली एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 2 पर आ रही है. അങ്ങോട്ട് പോണേ, അതിൽ കൂടെ പോണേ, ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറി പോയാൽ പോരെ? ഇതിൽ കൂടെ പോ അഞ്ജലി. ഓ, ഞങ്ങള് കൊറേ നടന്ന് കറങ്ങി തിരിഞ്ഞു വന്നു. ഇങ്ങനെ ചാടി വന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ഉത്തർപ്രദേശ്. നിങ്ങൾ എവിടേക്കാ പോണേ? പഞ്ചാബാ? അല്ല, ഞങ്ങൾ ഉത്തർപ്രദേശാണ്. സീറ്റ് ഏതാ? ഞങ്ങളുടെ സീറ്റ് നമ്പർ 64C. ഞങ്ങൾ 65C. എക്സ്ട്രാ. പേരെന്താ? പേര് സിജി. ഞാൻ സണ്ണി. അക്കൗണ്ട് മീഡിയയിലും വൈറ്റ് ബ്ലോഗ്സിലൊക്കെ കാണാറുള്ള ആളാണോ? അത് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. കൊറേ പ്രാവശ്യം കൈ തരുന്നേ, എന്തിനാ പെണ്ണുങ്ങളുടെ കൈയൊക്കെ പിടിക്കുന്നത്? പോയി ഇരിക്കും, അടുത്തിരിക്കും. വീട്ടിലെല്ലാരും എന്ത് പറയുന്നു? എല്ലാരും സുഖമായിട്ട്. ഇപ്പൊ എന്തിനു യാത്ര ചെയ്യണേ? ഇപ്പൊ എങ്ങടെ യാത്ര ചെയ്യണേ? അപ്പൊ ഒരു പ്രാവശ്യം അല്ല, മീൻസ് എന്തിനാണ് പോകുന്നത്? ചേച്ചിന്റെ അവിടെ. യുവർ എൽഡർ സിസ്റ്റർ? യെസ് യെസ്. I am going to meet her. Oh, very nice. What is her name? Her name is Liji. Fantastic and melodious name. ഒന്നോട് പറ. Oh, you don't know IELTS? No. Oh, sorry. അപ്പൊ ബൈ ദ ബൈ, എന്തിനാ പോകുന്നത്? ചേട്ടൻ എന്തിനാ പോണേ? ഞാൻ ആക്ച്വലി പോകുന്നതെന്ന് വെച്ചാൽ എന്റെ അളിയനും പെങ്ങളും അവിടെയുള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് പോയി അവർ മീറ്റ് ചെയ്യും, തിരിച്ചു വരും, മീറ്റ് ചെയ്യും, തിരിച്ചു വരും. ഒറ്റയ്ക്കുള്ള? അല്ല, ഫാമിലി ഉണ്ട്. ആണോ? അവരിങ്ങനെ തെണ്ടി തിരിഞ്ഞാൽ കൂടെ വരുന്നുണ്ട്. നേരത്തെ പറയണ്ടേ? എന്നാ പിന്നെ ഞാൻ കൂട്ടുപിടിക്കാൻ വരില്ലായിരുന്നു. ആരോ ഒഴിവാക്കിയിട്ട് വേണ്ട, ഫാമിലി ഈസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ? എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ നീ എന്താ പറയായിരുന്നു? അല്ല, ഞാൻ എന്റെ കൂടെ വന്നിട്ടില്ല. എനിക്ക് ഫാമിലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആക്ച്വലി ഞങ്ങളുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് ഭയങ്കര വ്യത്യാസം വന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവർക്ക് എന്തോ പാഴ്സൽ അയക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായത്. ഒന്ന് മാറിപ്പോയി, സംസാരിക്കട്ടെ.
പാഴ്സലാകാനായിട്ട് അന്ന് ഞാൻ വന്നിട്ടുണ്ടായത്. അപ്പം അന്നിവിടെ പണികളൊക്കെ നടക്കണ്ടായി. ഇപ്പോൾ ഏകദേശം എനിക്ക് കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നു. നല്ല ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര ലക്ഷറി സെറ്റപ്പ് ആയ പോലെയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കൊള്ളാം. പാർക്കിംഗ് ആയാലും നല്ല രസമായിട്ടുണ്ടായിരുന്നു. എന്തായതുകൊണ്ടും ആ ഏരിയ ഒക്കെ ഉണ്ടോ നല്ല ഒരു വൃത്തിമെടുപ്പുണ്ട് കാണാനായിട്ട്. അതിൻ്റെ കുഞ്ഞിന്നുണ്ടെങ്കിൽ മാത്രം വേട്ടാ, പിന്നെ അവന് കൊടുക്കാത്ത സാധനമാണ്. അത്ര വലുതൊന്നും വേണ്ട, ചെറുതുണ്ടെങ്കിൽ മാത്രം മതി. ഞാനത് മാക്സിമം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും എടുക്കാൻ കിട്ടിയാൻ അവൻ്റെ അപ്പം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലെ കടയിൽ നിന്ന് അപ്പോൾ ഒരു ട്രെയിൻ നോൺ സ്റ്റോപ്പ് ഇവിടെ കടന്നുകൊണ്ട് ആ ട്രെയിൻ പോയപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ ചീട്ട് കളിച്ച് കാണാം. അറിയില്ലടി, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുമിക്കാം. തീർച്ചയായും. അപ്പൊ ടാറ്റ ബൈ ബൈ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടല്ല ടാറ്റ പറയണേ. അപ്പൊ ടാറ്റ ബൈ ബൈ. ഹാപ്പി ജേണി, സേഫ് ജേണി. ഓക്കെ, നിന്നോട് പറഞ്ഞില്ല. സേഫ് ജേണി. എന്തെങ്കിലൊക്കെ നമുക്ക് കാണാം. എന്തായാലും കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളതിലും പോയി കഴിയുമ്പോൾ ഒരു വിഷമായിരിക്കും. ഒരു 5-6 ദിവസത്തേക്ക്, ഒരു 5 ദിവസത്തേക്ക് ഒരു ഇത് കാണും. നമ്മൾ പെട്ടെന്ന് മുകളിൽ ആളുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലായി അളിയനുള്ളപ്പോഴേ അളിയനുള്ളപ്പോ രാത്രിയൊക്കെ പൂട്ടാ കോഴിയെടുത്തേക്ക്. അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ പോകാറുണ്ട്. അല്ല അളിയനോട് വന്നപ്പോൾ നമുക്കൊരു ധൈര്യമായിരുന്നു. കുറുക്കന്മാരൊക്കെ വരുന്ന സമയമല്ലേ. 11-യും 12 മണിക്ക് 11-ക്ക് ദിവസം പോയില്ലേ, രാത്രി 11-ക്ക് കോഴിക്ക് കൊടുക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോയി. ഓർമ്മയുണ്ടോ? സൈഡിൽ ഇറങ്ങി പോയി. അപ്പം എന്തായാലും സ്റ്റീവിനാണ് വിഷമം. എന്താ അഞ്ജലി ചേച്ചി സ്റ്റീവിന് ബിഗായിട്ട് കാണാം. സ്റ്റീവ് സ്കൂളിൽ പോകുന്ന സമയത്ത് അഞ്ജലി ചേച്ചി വരും. LKG പോകുമ്പോ ഇപ്പഴല്ല, കുറച്ച് നാൾ കഴിയുമ്പോ കാണും. പഠിച്ചു കഴിഞ്ഞിട്ട് വരാം. സ്റ്റീവും പഠിച്ചിട്ട് വരാന്ന് പറ. ഞാൻ പഠിക്കില്ലെന്ന്. ആ ശരി, സ്റ്റീവ് പോണ്ട. ചേച്ചിക്ക് പഠിക്കണ്ടേ? നീ പോണ്ട. കറിയണോ നിങ്ങളൊക്കെ? ഇവിടെ എന്ത് അമ്മ പിടിച്ചോളൂ കേട്ടാ. അപ്പ പിടിക്കണോ? അപ്പക്ക് പെട്ടി എടുക്കണം. ബൈ ബൈ. നീ പോണില്ലേ? പോയിക്കോണോ? ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയാ ഹാപ്പി ഹാപ്പി. നീയാണ് പറയുന്നത്, ഞാനാണോ? താങ്ക് യു ചേട്ടൻ. പറഞ്ഞു നമ്മുടെ ട്രെയിൻ അഞ്ജലിയുടെ ട്രെയിൻ വരുന്നു.
യാത്രിക പ്രത്യേക പിടിക്കാം, അമ്മ എടുക്കാം. ഇതിവിടെ വെക്കാം. ഈ വെട്ടിയുടെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. പിന്നടി ഓ അപ്പൊ അങ്ങനെ ദേ അഞ്ജലി ചേച്ചിയുടെ ട്രെയിൻ വന്ന നിന്റെയാണ് ട്രെയിൻ, അഞ്ജലി ചേച്ചിയുടെ അല്ല. നമ്മുടെ ട്രെയിൻ അവര് വേണമെങ്കിൽ പോയിക്കോട്ടെ അല്ല സ്റ്റീവേ? പോവാൻ വേണ്ട. എനിക്കാ സ്ലോലിയാ വന്നേ. സ്ലോലാണല്ലേ? കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് നിർത്താനായിരിക്കും. അതെങ്ങനെ അവർക്ക് കറക്റ്റ് മനസ്സിലാവണേ? അവർക്കവിടെ എഞ്ചിൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ വലിക്കണല്ലോ വണ്ടി. ആലിജാനിലല്ല, കറക്റ്റ് സ്ഥലം. ആ അതെങ്ങനെയാ അവർക്ക് മനസ്സിലാവണാവോ? ടോയ്സ് അവിടെ ഉണ്ട്. ബൈ പറ. ഓക്കെ ബൈ. നമ്മുടെ ഞങ്ങള് കയറല്ല. ഓക്കെ ബൈ. ഇപ്രാവശ്യം ട്രെയിൻ വെയിറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഓക്കെ ബൈ ബൈ. അവര് കേറുന്നേ. എടാ നാളെ വരും. സ്റ്റീവിന് വീട്ടിൽ നിന്ന് പോന്നപ്പോഴൊരു വിഷമം ഉണ്ടായിരുന്നു, അതിപ്പോ പൂർണ്ണമായി. അപ്പൊ അങ്ങനെ അനിലളിയനും ലീച്ചച്ചും ഫാമിലിയും പോയി. ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണ്ട. മഴയ്ക്ക് കാര്യം ഇങ്ങനെ ഇരുണ്ടുകൂടി വരുന്നുണ്ട്. പെയ്യോന്ന് അറിയില്ല. പെയ്യാതിരുന്നായിരുന്നു. നമ്പർ 1665 കന്യാകുമാരി സ്റ്റേഷനിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങള് വീട്ടിലേക്കും പോകുന്നു, ഇവര് ഇവരുടെ വീട്ടിലേക്കും പോകുന്നു. വരാൻ പറ്റുമെങ്കിൽ വായോ. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, വേറെ ഗസ്റ്റ്. അപ്പൊ അങ്ങോട്ട് പോകണം. കേറ് പോവാ. ഇനി ഗ്രേസിനെ അവിടെ ഗ്രേസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം. ഇനി വേദോപദേശമുള്ള കാരണം ഗ്രേസിന് വരാൻ പറ്റിയില്ല. ഗ്രേസിന് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വേദോപദേശം കളയാൻ എന്താ മനസ്സ് വന്നില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി ഒരു ശോകപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും ഞങ്ങൾ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ഓക്കെയോ. അതുവരെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. അപ്പൊ ബൈ ബൈ. ബൈ ബൈ പറ. ആ ബൈ ബൈ പറ. ബൈ ബൈ.